ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. വീണ്ടും ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസന്നിധി എന്നുള്ള ഈ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നതിൽ വളരെ സന്തോഷമാണ്. ഈ ദിവസങ്ങളിലെ വചന പഠനം ധാരാളം പ്രിയമുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതിൽ അത്യധികമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ടൈം എന്നുള്ള വിഷയമാണ് നാം ഏറെ ചിന്തിച്ചത്. അവിടെ ദൈവത്തിന്റെ സമയവും മനുഷ്യന്റെ സമയവും, കൈറോസും ക്രോണോസും എന്നുള്ള വിഷയം ആസ്പദമാക്കി വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ദൈവത്തിന്റെ ആധികാരികതയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ക്രോണോസിനെ കുറിച്ച് നമുക്കധികം ചിന്തിക്കുവാൻ സമയമെടുക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് വേണ്ടിയുള്ള കൈറോസ്, അതാണ് വിഷയം. ഇന്ന് നാം പല കാര്യങ്ങളും വേഗത്തിൽ ചിന്തിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ അപ്രകാരം ഒരു കൈറോസ് വെളിപ്പെട്ടു. അത് മൊർദെഖായിയുടെയും എസ്തേറിന്റെ ലൈഫിലാണ്. വീണ്ടും സമയത്തിന്റെ പ്രാധാന്യത, ദ ടൈമിംഗ് ഓഫ് ഗോഡ്, മൊർദെഖായി എസ്തേറിനെ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്താണ് സമയത്തിന്റെ പ്രാധാന്യത? നാം എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ എസ്തേറിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്ന ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന യഹൂദന്മാർക്ക് മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് രക്ഷയും ഉദ്ധാരണവും ദൈവത്തിന്റെ പ്രവൃത്തിയും ഉണ്ടാകും. പക്ഷെ നീ ഒരിക്കലും മിണ്ടാതിരിക്കേണ്ട സമയമല്ല ഇത്. അവിടെ നാം കാണുന്നത് രാജസന്നിധിയിൽ നിൽക്കുന്ന എസ്തേർ തന്റെ ഇപ്പോഴത്തെ ചുറ്റുപാടും സാഹചര്യവും സ്ഥിതിവിശേഷങ്ങളും ഒക്കെ മറ്റു പലതിനോട് ബന്ധപ്പെട്ടതാണ്. നിയമം, രാജവാഴ്ച, അവിടുത്തെ ക്രമീകരണങ്ങൾ, ദിവസങ്ങളുടെ പ്രത്യേകതകൾ, അനുകൂലമായ സാഹചര്യങ്ങൾ. എസ്തേർ എന്ന് പറയുന്ന ഈ സഹോദരി പറയുന്നതിനെല്ലാം മാനുഷ്യമായ രീതിയിൽ ഒട്ടും വീഴ്ചയ്ക്ക് കാരണങ്ങളിൽ. പക്ഷേ മൊർദെഖായി ദൈവത്തിന്റെ സമയത്തിൽ, ദൈവിക പദ്ധതിയിൽ, ദൈവപ്രവൃത്തിയിൽ, പെട്ടെന്നുള്ള ദൈവത്തിന്റെ മറുപടിയിൽ, ഉപവാസത്തിന്റെ വിടുതലുകളിൽ, പ്രാർത്ഥനയുടെ ഉത്തരം എന്താണെന്ന് താൻ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ദൂത് എസ്തേറിന് കൈമാറുന്നു. സമയത്തിന്റെ പ്രാധാന്യത. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ മൗനം, നാം നിസ്സംഗരായി നിൽക്കുന്നത് ദൗത്യത്തിൽ നിന്ന് പിന്മാറി മനുഷ്യമായ ഘടകങ്ങളിൽ ആശ്രയിച്ച് ദൈവിക പദ്ധതിയിൽ നാം ഉൾപ്പെടാതെ നമ്മുടെ പരിഗണനകളും നമ്മുടെ പോരായ്മകളെയും നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളെയും മാത്രം കണ്ടുകൊണ്ട് അതിന് മാത്രം പ്രാധാന്യം നൽകി നാം ജീവിച്ചാൽ ദൈവത്തിന്റെ പദ്ധതി ദൈവം ചെയ്യും. നാം ഒരിക്കലും ദൈവിക പദ്ധതിയിൽ പ്രവേശിക്കുവാനോ അതിന്റെ മഹത്വം കാണുവാനോ നമുക്ക് കഴിയുകയില്ല. ഇത്രമാത്രമേ ഉള്ളൂ. ദൈവിക പദ്ധതിയിൽ നാം ഔട്ടായി ദൈവം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം, സമയത്തിന്റെ പ്രാധാന്യത. മൊർദെഖായി അത് തിരിച്ചറിഞ്ഞു, സമയത്തിന്റെ പ്രാധാന്യത. എസ്തേർ ഇപ്പോൾ ഉപവസിക്കാനോ ദൈവമോ അന്വേഷിക്കാനോ നിരന്തരമായ പ്രാർത്ഥനയ്ക്കോ ദൈവസന്നിധിയിലുള്ള അഭയാതനയ്ക്കോ പക്ഷപാതത്തിനോ ഒക്കെയുള്ള സമയമല്ല എന്നുള്ള ഒരു രീതിയിൽ. കാരണം തനിക്ക് പട്ടമഹർഷിയുടെ സ്ഥാനവും അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ രാജ്ഞി പദവി, അധികാരവും, കൊട്ടാരവും, സുഖലോലുപതകളും ആഡംബരങ്ങളും, തനിക്ക് ലഭിക്കാവുന്ന എല്ലാവിധമായ സൗകര്യങ്ങൾ, ജീവിത സുഖങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ദൈവിക പദ്ധതിയെക്കുറിച്ചോ പ്രമാണത്തെക്കുറിച്ചോ ദൈവജനത്തെക്കുറിച്ചോ മൊർദെഖായിയെക്കുറിച്ചോ ഹാമാന്റെ പദ്ധതികളെക്കുറിച്ചോ തിരിച്ചറിയാതെ എസ്തേർ തനിക്ക് ലഭ്യമായിരുന്ന സൗകര്യങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, താല്പര്യങ്ങളിൽ ജീവിക്കുവാൻ താൻ തയ്യാറെടുത്തപ്പോഴാണ് ഒരു പ്രൊഫറ്റിക് കട്ടിംഗ് എന്ന പോലെ, ഒരു പ്രവാചക ഇടപെടൽ എന്ന പോലെ എസ്തേറിനോട് മൊർദെഖായിയുടെ ഒരു ഇടപെടൽ ഉണ്ടായത്. നീ സമയത്തിന്റെ പ്രാധാന്യത തിരിച്ചറിയും. പ്രിയമുള്ളവരെ, എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് മൊർദെഖായി ചിന്തിച്ചോ ആശിച്ചോ ആഗ്രഹിച്ചോ അതുപോലെ തന്നെ സംഭവിച്ചു. ഒരിക്കലും ദൈവിക പദ്ധതിക്ക് വിരോധമായി ദുഷ്ടന്റെ പദ്ധതികൾ ശക്തിപ്പെടത്തില്ല, പ്രബലമായി തീരത്തില്ല. ഇനി അത് വെളിപ്പെട്ട് വന്നാലും ഉയർത്തപ്പെട്ടാലും കഴിവുയരത്തിന്റെ നീളം കൂടിയാലും നിയമം വിരോധമാണെങ്കിലും രാജകൽപ്പന അനുകൂലം അല്ലെങ്കിലും രാജാവ് അനുകൂലമല്ലെങ്കിലും എല്ലാം എതിരാണെങ്കിലും പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ദൈവത്തിന്റെ സമയങ്ങൾ വെളിപ്പെട്ട് വരും. ഒരിക്കലും അഹശ്വേരോശ് രാജാവോ ഹാമാനോ അവിടുത്തെ ഭരണ നേതൃത്വങ്ങളോ ചിന്തിച്ച പോലെ യഹൂദന്മാർക്കെതിരെ ഒരു കലാപം അടിച്ചുവിടുവാനോ അവരെ തകർക്കുവാനോ അവരെ ഇല്ലാതാക്കുവാനോ നശിപ്പിച്ചു കളയുവാനോ ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സമയത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച മൊർദെഖായിയുടെ മുമ്പിൽ ശത്രു തീർന്നു. ശത്രു കുഴിച്ച കുഴിയിൽ ശത്രു തന്നെ വീണു. ഏത് സ്ഥലത്ത് മൊർദെഖായി പരസ്യകോലമാക്കണമെന്ന് ഹാമാൻ ചിന്തിച്ചോ അതേ സ്ഥലത്ത് ഹാമാൻ അവസാനിച്ചു. അതേ കഴുകുമരത്തിൽ ഹാമാൻ തീർന്നു. അവിടെയാണ് ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് മൊർദെഖായി ബോധവാനായി. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകൾ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് വിരോധമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ, നിങ്ങൾക്ക് പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ നിയമവും അധികാരികളും ഭരണവർഗവും അതെല്ലാം എതിരായി നിന്ന് പ്രവർത്തിക്കുമ്പോഴും ഒരിക്കലും പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ദൈവസാന്നിധ്യം അന്വേഷിക്കുന്നതിൽ നിങ്ങൾ പിന്മാറി പോകരുത്. ദൈവമുഖം അന്വേഷിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഒഴിവാകരുത്. നിരന്തരം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഇവിടെ പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നു. ആ സമയത്ത് അവർ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ അനുകൂലമായി. ഞാൻ ഒരു ദൂതോടെ പറയാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ വാക്യം കാണാൻ കഴിയും. 2 രാജാക്കന്മാർ 5:26. ഏലീശ ഗേഹസിയോട് ചോദിക്കുകയാണ്, ഇതാകുന്നു സമയം, ഇതാകുന്നു സമയം. ഏതാകുന്നു?
ഒലിതോട്ടം മേടിക്കാനും മുന്തിരിത്തോട്ടം മേടിക്കാനും വസ്തുവകൾ സമ്പാദിച്ചു കൂട്ടുവാനും ദ്രവ്യം സമ്പാദിപ്പാനും പൊന്നും വെള്ളിയും ഒക്കെ നേടുവാനും ഭൗതിക നന്മകളൊക്കെ വാരിക്കൂട്ടുവാൻ ഏകസ്യേ ഇതാകുന്നു സമയം. ഞാൻ ഇന്നത്തെ ദൂത് 2 പ്രധാനപ്പെട്ട സമയത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. 1, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ട ഒരു സമയവും. 2, ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷമാർ ഈ കാലത്തെ വിവേചിക്കുവാൻ, ഇന്നത്തെ ഈ പ്രസന്റ് കോണ്ടസ്റ്റിന്റെ പ്രാധാന്യത തിരിച്ചറിയുവാൻ. പ്രിയരെ, ഒരു വലിയ ചോദ്യമാണ് എലീശ ചോദിക്കുന്നത്. നയമാന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴാണോ പോയി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പൊന്നും വെള്ളിയും സമ്പത്തും വാങ്ങുവാനുള്ള സമയം ഇതാണ്. ഈ സമയത്തിന്റെ പ്രാധാന്യത വസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടുവാനും സ്വത്ത് വാരിക്കൂട്ടുവാനും അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണോ ഇത്? അതിനുവേണ്ടിയാണോ ശുശ്രൂഷ? ഞാനിങ്ങനെ പറയാറുണ്ട്, അഭിഷേകവും ട്രാൻസ്ഫർ ചെയ്യും, കുഷ്ഠരോഗവും ട്രാൻസ്ഫർ ചെയ്യും. ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ഏലീശയ്ക്ക് അഭിഷേകം പോയി. ഇപ്പോൾ ഏലീശയിൽ നിന്ന് ഗേഹസിലേക്ക് അഭിഷേകത്തിന്റെ കൈമാറ്റം ഉണ്ടാകേണ്ടതാണ്. ഏലീശയിൽ നിന്ന് ഗേഹസിലേക്ക് അഭിഷേകത്തിന്റെ കൈമാറ്റം ഉണ്ടായില്ല. അഭിഷേകത്തിന് പകരം നയമാന്റെ കുഷ്ഠരോഗം ട്രാൻസ്ഫർ. വളരെ പ്രധാനപ്പെട്ട ദൂതാണ്. സമയത്തിന്റെ പ്രാധാന്യത നിങ്ങൾ തിരിച്ചറിയട്ടെ. നിങ്ങൾക്ക് ഇവിടെയുള്ള ദൈവത്തിന്റെ സമയമാണ്. നമുക്ക് പ്രാർത്ഥന മുറിയിൽ, ഉപവാസങ്ങളിൽ, ആരാധനകളിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിൽ, ശുശ്രൂഷയിൽ ഒക്കെ മുന്നേറുവാൻ ഒരിക്കലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മുഷിക ഓട്ടങ്ങൾ നിർത്തി, പരക്കം പാഴ്ചലുകൾ നിർത്തി, ദൈവസന്നിധിയിൽ ഈ കൃപ, അഭിഷേകം, ദൈവസാന്നിധ്യം വലുതായി നിങ്ങൾ കണക്കാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ദൈവിക പദ്ധതിയിൽ ദൈവത്തിന്റെ സമയം, അതിന്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.